അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക വഹബീബിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. വിശുദ്ധമാക്കപ്പെട്ട റമളാൻ ഷരീഫിൻ്റെ തൊട്ട് മുന്നുള്ള മാസമാണല്ലോ ഷഅബാൻ മാസം. ഈ ഷഅബാൻ മാസം റമളാനിനെ ബഹുമാനിച്ച് ആദരിച്ച് ആ റമളാനിൽ എനിക്ക് ധാരാളം നന്മകൾ യാതൊരു ക്ഷീണവും മടിയും പ്രയാസവും കൂടാതെ എനിക്ക് നിർവഹിക്കാൻ സാധിക്കണമെന്ന ആഗ്രഹത്തോടുകൂടെ അതിനുവേണ്ടി ഒരു പരിശ്രമിക്കുക, അതിനുവേണ്ടി സ്വന്തം ശരീരത്തെ പരിശീലിപ്പിച്ചെടുക്കുക എന്ന നിയ്യത്തോടുകൂടെ റമളാനിൽ എനിക്ക് നന്മകൾ ധാരാളം ചെയ്ത് ധന്യമാക്കാൻ സാധിക്കണമെന്നുള്ള നല്ല നിയ്യത്തോടുകൂടെ ഒരാൾ ഷഅബാൻ മാസത്തെ നോമനുഷ്ഠിച്ചു. ഷഅബാൻ മാസത്തിൽ ദാനധർമ്മങ്ങൾ ചെയ്തു. ഷഅബാൻ മാസത്തിൽ ഖുർആൻ ധാരാളം പാരായണം ചെയ്തു. ഈ രൂപത്തിലൊക്കെ നാം ചെയ്യുന്ന ഓരോ പ്രവർത്തനത്തിനും ഷഅബാൻ മാസത്തിൽ ചെയ്യുന്ന നോമ്പിനൊക്കെ വലിയ മഹത്വമുള്ളതായി നമുക്ക് മഹാന്മാരാകുന്ന പണ്ഡിത മഹത്തുക്കൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെക്കുന്നത് വായിച്ചെടുക്കാൻ സാധിക്കും. ഇതിൻ്റെയൊക്കെ പുറമെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയും ഷഅബാൻ മാസത്തെ നോമ്പിന് വലിയ മഹത്വമുണ്ട്, വലിയ പ്രാധാന്യമുണ്ട്, വലിയ ശ്രേഷ്ഠതയുണ്ട് എന്ന് തന്നെ പഠിപ്പിച്ചതായി കാണാം. ഇമാം തുർമുദി റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ മഹാനവർകൾ പറയുന്നുണ്ട്, സുഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കപ്പെട്ടു, അയ്യസോമി അഫ്ളു ബഅദ റമളാൻ, റമളാൻ മാസം കഴിഞ്ഞാൽ പിന്നീട് നോമ്പിന് ഏറ്റവും ശ്രേഷ്ഠതയുള്ള മാസം അത് ഏതാണ് നബിയെ എന്ന് ചോദിച്ചപ്പോൾ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറുപടി, ഷഅബാൻ ലിതഅളീമി റമളാൻ, റമളാനിനെ ബഹുമാനിച്ച് റമളാനെ ആദരിച്ചുകൊണ്ട് ഷഅബാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുമ്പോൾ ആ ഷഅബാൻ മാസത്തിൽ നോമ്പിനാണ് റമളാൻ മാസം കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ളത് എന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ വിശുദ്ധമാക്കപ്പെട്ട റമളാൻ ഷരീഫിനോടുള്ള ബഹുമാനം, അതിനോടുള്ള ആദരവ്, അതിനോടുള്ള ആ പ്രാമുഖ്യം, അതിനെ വലിയ ബഹുമാനത്തോടുകൂടെ കണ്ടതുകൊണ്ട് ഷഅബാൻ മാസത്തിൽ ആ റമളാൻ മാസത്തിലേക്ക് വേണ്ടി ഒരുങ്ങി തയ്യാറായിക്കൊണ്ട് നന്മകൾ ധാരാളം ചെയ്യുക എന്നുള്ളത് ഏറ്റവും പുണ്യമായ ശ്രേഷ്ഠതയുള്ള കാര്യമായിട്ടാണ് നമ്മെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയും ഷഅബാൻ മാസത്തിലാണല്ലോ റമളാൻ കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും കൂടുതൽ നോമനുഷ്ഠിച്ചിരുന്നത് എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ നമ്മോട് പറഞ്ഞത്. അതിൻ്റെ പുറമെ ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷവും മുമ്പുമുള്ള റവാത്തിബ് സുന്നത്ത് നിസ്കാരത്തിനാണ് സുന്നത്ത് നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്വം എന്നതുപോലെ റമളാനിൻ്റെ മുമ്പുള്ള ഷഅബാൻ മാസത്തിൽ അനുഷ്ഠിക്കുന്ന നോമ്പ് അത് റമളാനിൻ്റെ റവാത്തിബ് നോമ്പ് പോലെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഷഅബാൻ മാസത്തെ നോമ്പിന് ഇതുകൊണ്ടൊക്കെ മഹത്വമുണ്ട്, ശ്രേഷ്ഠതയുണ്ടെന്ന് മഹാന്മാർ നമ്മെ വിശദീകരിച്ച് പഠിപ്പിച്ചു തരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ സ്വീകരിക്കുന്ന രൂപത്തിൽ മഹത്തായ റമളാൻ ഷരീഫിനെ എല്ലാ അർത്ഥത്തിലും നന്മകളാൽ ധന്യമാക്കാനും അതുവഴി റമളാൻ ഷരീഫിലേക്ക് ഊർജ്ജസ്വലതയോടുകൂടെ ആത്മീയമായി ശുദ്ധീകരണം നടത്തിക്കൊണ്ട് തഖ്വയോടുകൂടെ റമളാൻ ഷരീഫിനെ വരവേൽക്കാനും റമളാൻ ഷരീഫിലെ ഓരോ സമയവും പൂർണ്ണാർത്ഥത്തിൽ അല്ലാഹുവിൽ ലയിച്ചുകൊണ്ട് റബ്ബിൻ്റെ പൊരുത്തത്തിലായി ഉപയോഗപ്പെടുത്താനും അല്ലാഹു നമുക്ക് വലിയ സൗഭാഗ്യവും തൗഫീഖും നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.